ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലസൂചനകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഏകദേശം ആദ്യത്തെ ഫലസൂചനകളെല്ലാം വന്നു തുടങ്ങും. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുന്നത്. അത് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി കാണും. കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട 3 മണ്ഡലങ്ങൾ വടകര, തൃശ്ശൂർ, തിരുവനന്തപുരം എന്നീ 3 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും റിസ്വാനും വിഷ്ണുണ്ട്. ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്ക് ഈ 3 സംസ്ഥാനങ്ങളിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി ഇത്തവണ തൃശ്ശൂർ എടുക്കുമോ? അതുപോലെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ത് ചെയ്യും? വടകരയിൽ ഈ പറഞ്ഞ പോലെ BJP അല്ല, വടകരയിൽ UDFും LDFും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് വരികയാണ്. ആര് ജയിക്കും? ഷാഫിയാണോ ശൈലജ ടീച്ചറാണോ എന്ന ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കുമോ എന്നുള്ളതാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് എല്ലാ സർവേയും പറയുന്നതനുസരിച്ച് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിൻ്റെ ഒരു A ക്ലാസ് മണ്ഡലമായി BJPയും LDFും UDFും ഒരുപോലെ കാണുന്നൊരു മണ്ഡലം. എന്തും സംഭവിക്കാമെന്നൊരു സ്ഥിതിവിശേഷമാണ് തൃശ്ശൂരിലുള്ളത്. നമുക്ക് പഴയ ഒരു കണക്ക് പറഞ്ഞു നോക്കിയാൽ, അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 93,000 ആയിരുന്നു, അതായത് TN പ്രതാപന്റെ ഭൂരിപക്ഷം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് ലഭിച്ചത് 4,50,089 വോട്ടാണ്. അതുപോലെ തന്നെ സുരേഷ് ഗോപി 2,93,822 വോട്ടാണ് നേടിയത്, അതായത് 3ാം സ്ഥാനത്തേക്ക് പോയി. രാജാജി മാത്യു തോമസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വദേവ ദുർബലനാണ് എന്ന് വിലയിരുത്തപ്പെട്ട സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് കിട്ടിയത് 3,21,456 വോട്ടാണ്. പ്രതാപന് കിട്ടിയത് 39.84% വോട്ട്. എല്ലാ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശ്ശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, ഈ 7 നിയമസഭാ മണ്ഡലങ്ങളും കഴിഞ്ഞ തവണ UDFിനൊപ്പമായിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവയെല്ലാം LDFിനൊപ്പം നിന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം LDF ക്യാമ്പിനുണ്ട്. അതുമാത്രമല്ല, തൃശ്ശൂരിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ LDF രംഗത്തിറക്കി, VS സുനിൽകുമാറിനെ ഇറക്കി. VS സുനിൽകുമാർ വന്നു കഴിഞ്ഞാൽ LDFുകാരൊക്കെ പ്രചരിപ്പിച്ചത് എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിൽ ആന എഴുന്നള്ളുന്ന പോലെയാണ് VS സുനിൽകുമാറിൻ്റെ ഒരു പരിപാടി എന്നൊക്കെയാണല്ലോ എഴുതുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മണ്ഡലത്തിൽ 3 മുന്നണികളും തികഞ്ഞ പ്രതീക്ഷയിലാണെന്ന് വേണം നമുക്ക് ആദ്യമായിട്ട് വിലയിരുത്താൻ. അപ്പോൾ അതുപോലെ തന്നെ തൃശ്ശൂർ, അതായത് എക്സിറ്റ് പോളുകളെല്ലാം വരുമ്പോൾ 1 മുതൽ 3 സീറ്റുകൾ വരെ പറയുന്നു. അതിനകത്ത് ഷുവർ ഷോട്ട് സീറ്റായിട്ട് BJPക്ക് പറയുന്നൊരു സീറ്റാണ് തൃശ്ശൂർ. അപ്പോൾ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കാൻ സാധ്യതയുണ്ട്? അതിന്റെ കണക്കാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. 3ാം സ്ഥാനത്തേക്ക് പോയതിന്റെ ഒരു കണക്ക് ഞാനിവിടെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് BJPക്ക് ശബരിമല വിഷയം കത്തി നിന്ന തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി 3ാം സ്ഥാനത്തേക്ക് പോയതാണ്. ഇത്തവണ അങ്ങനത്തെ വികാരമൊന്നുമില്ല. നരേന്ദ്രമോദി 2 തവണ വന്നു എന്ന് വിചാരിച്ച് മാത്രം വോട്ട് വർദ്ധിക്കും എന്ന് ഒരു പ്രതീക്ഷ ഇല്ല. പക്ഷേ അവസാന ഘട്ടത്തിൽ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു വിവാദമൊക്കെ വന്നത് സുരേഷ് ഗോപിക്ക് അനുകൂലമാവുമെന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു. തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന വോട്ടർമാർക്കിടയിൽ ഈ വിവാദം പ്രതിഫലിച്ചേക്കാം എന്നൊരു വിലയിരുത്തൽ കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. തിരുവനന്തപുരം ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിക്കുന്നു. ആദ്യം തന്നെ LDF തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ഹീറോ എന്ന പേരിൽ പന്നിൻ രവീന്ദ്രനെ CPI രംഗത്തിറക്കുന്നു. തുടർന്ന് ശശി തരൂർ രംഗത്തേക്ക് വരുന്നു. പിന്നീട് രാജീവ് ചന്ദ്രശേഖർ കൂടി എത്തുന്നതോടുകൂടിയാണ് തിരുവനന്തപുരം എല്ലാ തരത്തിലും ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് കേന്ദ്രമന്ത്രിയെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കി, ഈ മണ്ഡലത്തിൽ ഇറക്കി, ഏതെങ്കിലുമൊക്കെ സാധ്യതകൾ ബാക്കിയുണ്ട് എന്ന് BJPക്ക് തോന്നുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അവരുടെ കേന്ദ്രമന്ത്രി തന്നെ രംഗത്തിറക്കി കളം പിടിക്കാനായിരുന്നു അവരുടെ ഒരു ശ്രമം. അത് ഏകദേശം ആ ഒരു ഓളം സൃഷ്ടിക്കാൻ, അത്രത്തോളം വലിയൊരു ക്യാമ്പ് ചെയ്തുള്ള വലിയ പ്രചാരണ തന്ത്രങ്ങളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരും അദ്ദേഹത്തിന്റെ സംഘങ്ങളും തിരുവനന്തപുരത്ത് എത്തിയത്. നമ്മൾ ആ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഘട്ടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മുഴുവൻ, അതായത് കൊട്ടിഘോഷിച്ചിട്ടുള്ള, അതായത് ഭയങ്കര വലിയ ഫ്ലെക്സ് ബോർഡുകളും ബിൽ ബോർഡുകളും ഉയർന്ന് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ഒരു ഓളം സൃഷ്ടിച്ചു എന്ന് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ഒരു ഫാക്ടർ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തു വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, അതുപോലെ തന്നെ നെയ്യാറ്റിൻകര. ഇതിനകത്ത് കോവളം ഒഴികെയുള്ള മറ്റെല്ലാ നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടം പന്നിൻ രവീന്ദ്രൻ ഉണ്ടാകുമോ? അല്ലെങ്കിൽ അതേസമയം തന്നെ തരൂർ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ 4 ലക്ഷത്തിലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ട് ഓരോ തവണയും 2014 നിന്ന് 2019 വരുമ്പോൾ തരൂർ അദ്ദേഹത്തിൻ്റെ വോട്ട് ശതമാനം ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമെന്ന് പറയുന്നത് 2009 ശേഷം 2ാം സ്ഥാനത്ത് BJP വരുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈയിടം എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത് പോലെ, എക്സിറ്റ് പോളുകൾ പറയുന്നത് ശരിയാവുകയാണെങ്കിൽ
1 മുതൽ 3 സീറ്റുകൾ വരെ എക്സിറ്റ് പോളുകൾ പറയുമ്പോൾ അതിനകത്ത് അവർ പ്രതീക്ഷ അർപ്പിക്കുന്നു. BJP പ്രതീക്ഷ വെക്കുന്ന ഒരു പ്രധാന സീറ്റ് തൃശ്ശൂർ പോലെ തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം തിരുവനന്തപുരം നമുക്ക് വടകരയിലേക്ക് വരാം. തീർച്ചയായും അതിനു മുമ്പ് തിരുവനന്തപുരത്തിൽ ഒരു കാര്യം കൂടി അറിയാനുള്ളതെന്ന് വെച്ചാൽ തിരുവനന്തപുരം ഈ പറഞ്ഞതുപോലെ ഒരു അണ്ടർ റേറ്റഡ് മണ്ഡലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 3 മണ്ഡലങ്ങളിൽ അണ്ടർ റേറ്റഡ് മണ്ഡലമായിട്ട് തിരുവനന്തപുരത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തൃശ്ശൂരിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് തൃശ്ശൂർ സുരേഷ് ഗോപി വരാൻ പോകുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോഴും 2014-ലും 2019-ലും ഒന്നും ശശി തരൂരിന് ഇവിടെ ഒരു ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല. വളരെ ടൈറ്റ് മത്സരമായിരുന്നു. അതേ കാര്യം തന്നെയാണ് 2024 എത്തുമ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. അതേസമയത്ത് നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന 2 നേതാക്കൾ പരസ്പരം പോരാടുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ സർവ്വസന്നാഹങ്ങൾ എടുത്തിട്ടാണ് ഇത്തവണ പ്രത്യേക ഒരു പ്രചാരണം രാജീവ് ചന്ദ്രശേഖർ പ്രചാരണം നടത്തുന്നത് കേന്ദ്രമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിൽ തന്നെയായിരുന്നു ഇവിടെ ഇത് നടത്തിയത്. നമ്മുടെ അദ്ദേഹത്തിന്റെ പ്രചാരണ തന്ത്രങ്ങളെല്ലാം നോക്കി ഇനി കാര്യങ്ങൾ നടക്കുമെന്ന രീതിയിൽ ഒരു കേന്ദ്രമന്ത്രി നിങ്ങൾക്ക് വേണ്ടി വരുന്നു. ഇതാ തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി എന്ന കപ്പാസിറ്റിയിലായിരുന്നു അദ്ദേഹം ഇവിടെ വോട്ട് തേടിയതും. കാര്യങ്ങളെല്ലാം നടപ്പാക്കും, ഞാൻ കേന്ദ്രമന്ത്രിയാണ്, അപ്പോൾ ഇനി വരും BJP അധികാരത്തിലേറിയ നിങ്ങൾക്ക് അതാ ഒരു കേന്ദ്രമന്ത്രി, അതുകൊണ്ട് തന്നെ എനിക്ക് വോട്ട് ചെയ്യൂ, കാര്യങ്ങൾ നടത്തിയെടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു രാജീവ് ചന്ദ്രശേഖർ വോട്ട് തേടിയത്. ഈ കാര്യം നടക്കുന്നതാണ്. അതെ അതെ, ഇനി കാര്യങ്ങൾ നടക്കും. പുള്ളി ഓഫർ ചെയ്യുന്ന ഒരു MP അല്ല, ഒരു കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ നമ്മൾ വടകരയിലേക്ക് വരികയാണെങ്കിൽ വടകര ഈ പറഞ്ഞ പോലെ വളരെ ശക്തമായ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. പറഞ്ഞ പോലെ ഒരു ഭാഗത്ത് ശൈലജ ടീച്ചർ, ഒരു ഭാഗത്ത് ഷാഫി പറമ്പിലാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളാണ്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ. പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിച്ച ആളാണ് ശൈലജ ടീച്ചർ. ഇപ്പോഴത്തെ ഷാഫി പറമ്പിലാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഫയർ ബ്രാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന്റെ ബ്രാൻഡാണ്. എല്ലായിടത്തും ഈ പറയുന്ന സ്റ്റാർ ക്യാമ്പയിനറായി എത്തുന്ന തൃക്കാക്കരയിലാണെങ്കിലും അതുപോലെ ഇപ്പുറത്ത് പുതുപ്പള്ളിയിലാണെങ്കിലും ഒക്കെ സ്റ്റാർ ക്യാമ്പയിനറായി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ഷാഫി പറമ്പിൽ. വടകരയിലേക്ക് വരുമ്പോൾ വടകരയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോൺഗ്രസ് ശരിക്കും ഫോക്കസ് ചെയ്യുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അത് വടകരയും കുറ്റ്യാടിയും നാദാപുരവും കൊയിലാണ്ടിയുമാണ്. ഈ 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. അതേസമയത്ത് ശൈലജ ടീച്ചർ ലീഡ് ചെയ്യാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തലശ്ശേരിയും കൂത്തുപറമ്പും അതുപോലെ തന്നെ പേരാമ്പ്രയും. അപ്പോൾ ഈ 3 സ്ഥലത്തും ഈ പറഞ്ഞ പോലെ ഒരു LDFന് കുറച്ചുകൂടി വോട്ട് ബേസുള്ള സ്ഥലമാണ്. എന്നാൽ അതേസമയത്ത് കുറ്റ്യാടി കൂടി ഞങ്ങൾ ലീഡ് ചെയ്യുമെന്നുള്ള ഒരു ആത്മവിശ്വാസമൊക്കെ CPMന് ഗ്രൗണ്ട് ലെവൽ ഉണ്ടെങ്കിൽ കൂടി അത് സാധ്യമാകുമെന്നുള്ള കാര്യം സംശയമാണ്. കാരണം കുറ്റ്യാടി അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ്. പക്ഷെ ഞാൻ വടകരയിൽ കാണുന്ന വളരെ ക്രൂഷ്യലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ BJP ആർക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഞാൻ കാണുന്നത്. അതായത് വടകരയിൽ BJPയുടെ വോട്ട് പലപ്പോഴായി നമ്മൾ ശ്രദ്ധിച്ചു നോക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-ലും 14-ലും VK സജീവനാണ് മത്സരിക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥി VK സജീവൻ ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റാണ്, BJPയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റാണ്. ഇപ്പോൾ VK സജീവൻ മത്സരിച്ച സമയത്ത് വോട്ട് ഷെയർ കൂട്ടുക തന്നെയാണ് VK സജീവൻ ചെയ്തത്. എന്നാൽ പിന്നീട് അതിന് മുമ്പ് 2009 KP ശ്രീശൻ മത്സരിക്കുന്ന സമയത്തുള്ളതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് ഈ BJPയുടെ വോട്ട് ഷെയർ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്ന സമയത്ത് കൂത്തുപറമ്പിൽ 2016-ൽ 16.68% BJPയുടെ വോട്ട് ഷെയർ. അത് 2021-ൽ 13.62 കുറ്റ്യാടിയിൽ 7.8 ഉണ്ടായിരുന്നത് 5.38. അതുപോലെ നാദാപുരത്ത് 8.9 ഉണ്ടായിരുന്നത് 6% കുറഞ്ഞു. അതുപോലെ പേരാമ്പ്രയിൽ 5.58 ഉള്ളതാണ് 6.8 ഉയർത്താൻ സാധിച്ചത്. കൊയിലാണ്ടിയിൽ 14.37 ഉള്ളത് 10.9 കുറഞ്ഞു. അതായത് BJPയുടെ വോട്ട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. അതായത് ഇത്തവണ പ്രഫുൽ കൃഷ്ണൻ എത്ര വോട്ട് പിടിക്കും, എത്ര ശതമാനം വോട്ട് പിടിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അതായത് എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന്, ഞാൻ വടകര മണ്ഡലത്തിലുള്ള ഒരാളും കൂടിയാണ്, എനിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഫീൽ ചെയ്ത പല സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ BJPയിൽ നിന്ന് വലിയ രീതിയിൽ വോട്ട് ഇത്തവണ ഷാഫിക്ക് പോയിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. കാരണം ആ രീതിയിലൊക്കെ ആളുകൾ അങ്ങനെ കൂടി പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള വിജയിക്കുന്ന സമയത്തൊക്കെ ഇത്തരത്തിലൊരു വേവ് ഉണ്ടായിരുന്നു. അതായത് LDFന് എതിരെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഈ ശത്രുക്കളെല്ലാം ഒരുമിക്കുന്ന രീതിയിലേക്കൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ അപ്പുറം ആത്മവിശ്വാസമാണ് KK ശൈലജയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉയർത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം TP ചന്ദ്രശേഖരൻ വധം അവിടെ ചർച്ചയായിട്ടുണ്ടോ, ചർച്ചയായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ വിധി വന്നത് ഒന്നുകൂടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ചർച്ചയാക്കാനുണ്ട്. മറ്റു കാര്യങ്ങളാണ്, മറ്റ് വിവാദങ്ങളാണ് അവിടെ ചർച്ചയാണെന്ന് തോന്നുന്നത്. വിവാദമുണ്ട്. ഈ പറഞ്ഞ പോലെ ടീച്ചർ ഈ പറഞ്ഞ ടീച്ചറുടെ ഫേക്ക് വീഡിയോ പുറത്തിറക്കി എന്ന് പറഞ്ഞിട്ട് ആദ്യം പറയുന്നു, പിന്നീട് അത് മാറ്റി പറയുന്നതിന്റെ വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കാഫിർ പ്രയോഗം ആര് നടത്തിയതാണ്, ആരുടെ പ്രചാരണമായിരുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് വടകരയിൽ പലപ്പോഴായി നിലനിന്നിട്ടുള്ള അവസ്ഥയാണ്. നാദാപുരവും
ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അത്തരത്തിലുള്ള പല ക്ലാഷസ് അവിടെ ഉണ്ടായതാണ്. അതിനെ കൂടി ഉണർത്തുന്ന തരത്തിൽ വളരെ നെഗറ്റീവായ രീതിയിലുള്ള കാണാൻ പാടില്ലാത്തൊരു കളമൊരുക്കി കൊടുത്ത ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് കളമൊരുക്കി കൊടുക്കുന്ന രീതിയിലായിരുന്നു ഒരു കാഫിർ പരാമർശവും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങളും ഇരുഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ ജിഷ്ണു പറയുന്നത് പോലെ നാദാപുരം പോലെയുള്ള കുറച്ചധികം വോളറ്റൈലായിട്ടുള്ള പ്രദേശങ്ങൾ ഉൾപ്പെട്ട മണ്ഡലം കൂടിയായിരുന്നു വടകര. അവിടെ ഒരിക്കലും പാടില്ലാത്ത തരത്തിലുള്ള അത്ര വലിയ ചർച്ചകൾ നടന്ന, അത്ര വലിയ ശ്രദ്ധ, കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആകർഷിച്ച ഒരു മണ്ഡലമാണ് വടകര. പിന്നെ അതുപോലെ തന്നെ പ്രവാസി വോട്ടുകൾ വലുതായിട്ടുണ്ട്. അത് മിക്കവാറും ഷാഫി പറമ്പിൽ അനുകൂലമായി വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഗൾഫിൽ പോയി വോട്ട് ചോദിച്ച വേറൊരു സ്ഥാനാർത്ഥി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്തവണ പോയത് പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വടകരയിൽ അത്രയധികം പ്രവാസികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ പ്രവാസികളുടെ വോട്ട് പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ കുറ്റ്യാടി, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പാറക്കൽ അബ്ദുള്ള 2016 ജയിക്കുന്ന സമയത്ത് അവിടെ നാട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാറക്കൽ അബ്ദുള്ള തന്നെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിരുന്നു എന്നുള്ളൊരു കരക്കമ്പി ഉണ്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടി അത്രയധികം ഈ പ്രവാസികൾ വന്ന് വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പ് വിമാനം ചാർട്ട് ചെയ്തു കൊണ്ടുവന്നു. ആ രീതിയിലും ഈ പറഞ്ഞ പോലെ ഈ പ്രവാസി വോട്ടുകൾ വലിയ തോതിലുണ്ട്. അതുപോലെ ടി.പി. ചന്ദ്രശേഖരൻ അത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യമുണ്ട്. അത് വടകര മണ്ഡലത്തിലും നാദാപുരത്തും കുറ്റ്യാടിയിലേക്ക് അത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക. ഇത് മൂന്നുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ. ഈ 3 മണ്ഡലങ്ങളിൽ എന്താവും ജനവിധി എന്നുള്ളതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത്. അതെന്താകുമെന്ന് വരും മണിക്കൂറുകൾ, വരും നിമിഷങ്ങളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും.